സുർജിത്ത്, ആ പോലീസുകാരൻ പറയുകയാണ് അവരവരുടെ വീടുകൾ അവർക്ക് പോകാം, എന്നാൽ പ്രതിഷേധത്തിനാണെങ്കിൽ പോകാൻ കഴിയില്ല. അതെന്ത് നിലപാടാണ് സുർജിത്ത്? പ്രതിഷേധം നിരോധിക്കപ്പെട്ട സ്ഥലമാണോ മുണ്ടക്കൈ ചൂരൽമല? നമുക്ക് കിട്ടുന്നത് എന്താ? 5 സെന്റ് ഭൂമി ഒരു വീട്. അതെന്താ നമ്മളതിന് ഇറങ്ങൂല, ഞങ്ങളുടെ നിന്നാലും ഇറങ്ങൂല. എന്തായാലും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ എല്ലാം തന്നെ സർക്കാർ പരിഹാരം കാണണമെന്നുള്ള കാര്യമാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഭൂമി, വീടൊക്കെ നഷ്ടപ്പെട്ട ആളാണ്. എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ജൂലൈ 30-നുണ്ടായ ഉരുൾപൊട്ടലിലാണ് നമുക്ക് ഫുള്ള നമ്മുടെ വീട് സ്ഥാപനം, ഒരു കച്ചവട സ്ഥാപനമുണ്ട്. നമുക്ക് ഉപജീവന മാർഗത്തിൻ്റെ ചെറിയൊരു കച്ചവട സ്ഥാപനമുണ്ട്. അതുൾപ്പെടെ ചളിയും മണ്ണും കയറി നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഈ 4 മാസത്തോളം നമ്മൾ വാടകയ്ക്കാണ് നിന്നത്. പിന്നെ യാതൊരു നിർഭാഗമില്ലാതെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചതുകൊണ്ട് നേരെ ഞങ്ങൾ നമ്മൾ ഇരുന്ന സ്ഥലത്ത് തന്നെ ആ വീട് തന്നെ ക്ലിയർ ചെയ്ത് അതിൻ്റെ അകത്ത് വന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾക്ക് പറയുന്നത് സർക്കാർ പറയുന്നത് ചെന്നപ്പോൾ സർക്കാരിന് 750 കോടി ജനങ്ങളുടെ, ഞങ്ങളുടെ എല്ലാവരുടെയും പൈസ അവിടെ ഖജാനാവിലുണ്ട്. പക്ഷേ എന്നാൽ അത് വിനിയോഗിക്കാതെ ഇപ്പോഴും പിന്നെ ലീസ്റ്റ് എടുത്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരേക്കറിൽ 30 സെൻറ്റ് ഭൂമിയുണ്ട്. ആ ഭൂമിയും അതിനോടനുബന്ധിച്ച് പിന്നെ വീടും അങ്ങനെ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പൂർണ്ണമായി ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങില്ല എന്നുള്ളത് വളരെ ശക്തമായിട്ട് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ സർക്കാർ എന്ത് നിയമ നടപടി എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് കൃഷി ചെയ്യണം, പിന്നെ അതിന് വൈദ്യുതി തരണം, എല്ലാം തന്നെ വൈദ്യുതി എല്ലാം നിഷേധിച്ചുകൊണ്ട് നികുതി മാത്രം എടുക്കും, കൈവശം തരൂല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വർഷങ്ങളോളം 1968 വാങ്ങിയ ഭൂമിയാണ്. ആ ഭൂമി ഇന്ന് വരെ കൈവശം വെച്ച് വരുന്ന ഭൂമിയാണ്. അതിൽ കൃഷി നടത്തിക്കൊണ്ട് വരുന്നതാണ്. ആ ഭൂമിക്ക് ഒന്നും കൈവശം തരില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ക്ഷേമനിധി അടയ്ക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇതെല്ലാം ഞങ്ങൾ കർഷക തൊഴിൽ ഇതെല്ലാം അടയ്ക്കുന്ന ആൾക്കാരാണ്. ഈ ആൾക്കാർക്ക് ഒന്നും തരൂല എന്ന് പറയുന്നതിൽ സർക്കാരിൻ്റെ എന്ത് ന്യായമാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പലവിധമാർന്ന വിഷയങ്ങൾ ഉയർന്നു വരുന്നു. എന്തായാലും ഈ ചേട്ടന്റെ ലിസ്റ്റിൽ നേരത്തെ വന്നിട്ടില്ല, ലിസ്റ്റിലില്ല. എൻ്റെ പേരില്ല ലിസ്റ്റിൽ. എനിക്കവിടെ താമസിക്കാൻ പറ്റുന്ന ഒറ്റ വീടാണ്. ഇവിടെ സ്കൂൾ റോട്ടിന് മേലെ എൻ്റെ ഭാഗമാണ് പോയത്. എൻ്റെ മുൻഭാഗമാണ് 10-24 ആൾ പോയത്. എൻ്റെ പേര് 2 ലിസ്റ്റിലും ഇല്ല. എനിക്കവിടെ താമസിക്കാൻ പറ്റില്ല. അതെ, വന്ന് നോക്കി, നിങ്ങൾ വന്ന് നോക്കി അവിടെ എൻ്റെ വീട് നിൽക്കുന്നത് നോക്കി വന്നിട്ട് ഫോൺ നമ്പർ അപ്പോൾ എന്തായാലും ഇങ്ങനെ പല വിധത്തിലുള്ള എന്താണ് പറയാനുള്ളത്? ഞങ്ങളൊരു 7 സെന്റ് സ്ഥലമുണ്ട് ഇവിടെ. അതിൽ തറ കെട്ടിയതാണ്. അത് മൊത്തം പോയിക്കിന്. ഞങ്ങളിപ്പോൾ എസ്റ്റേറ്റ് വാടി അട്ടമലല്ല താമസിക്കിന്. അവിടെ താമസിക്കാൻ വിടുന്നില്ല. അപ്പോൾ ഞങ്ങൾ കൽപ്പറ്റ ബൈപ്പാസിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിലും ഞങ്ങൾ പേരില്ല ലിസ്റ്റിലും. എന്തായാലും ദുരന്തബാധിതർ പല വിധത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നു. ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നമ്മളെ വീട് ആണ്, പക്ഷെ അത് എപ്പോഴാ വീട് ആകുകയെന്ന് ഒരു വിവരമില്ല. ലിസ്റ്റിൽ പേരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ 7 മാസമായില്ലേ? 7 മാസമായിട്ട് എന്തെങ്കിലും ഒന്ന് പരിഹാരം കാണുന്നുണ്ടോ? അല്ലെങ്കിൽ വീട് തരാമെന്ന് പറഞ്ഞ ആളെങ്കിലും ഇവിടുന്ന് വിളിച്ചു കൂട്ടുന്നുണ്ടോ? ഒരു വീടൊക്കെ തരാമെന്ന് പറഞ്ഞ ആളില്ലേ? 100 വീട് കൊടുക്കാമെന്ന് പറഞ്ഞ ആളുണ്ട്. അവർ ആരെങ്കിലും ഒരാളെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ എത്ര വീട് കൊടുക്കും, ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കെട്ടുമോ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് അന്വേഷിക്കുന്നുണ്ടോ? ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായില്ല. 7 മാസമായി. വീടൊക്കെ പോയി. എന്തായാലും ഇത് അനന്തമായി നടപടിക്രമങ്ങൾ നീളുന്നു എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും ഈ ആളുകളെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിന്റെ ചൂണ്ടിക്കാട്ടുന്ന പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ, പല വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ, ഇതെല്ലാം തന്നെ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും സമരം പോലീസ് ഇവിടെ മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. അപ്പുറത്തേക്ക് കടത്തിവിടാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ സമരം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നിലയിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. എന്തായാലും സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ ആളുകളെ ഇവിടേക്ക് വിടാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ തടഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെ അനന്തമായി നടപടിക്രമങ്ങളെല്ലാം തന്നെ നീളുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം കടുപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ദുരന്ത ബാധിതർ മുന്നോട്ട് പോയിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കാണാനും കഴിയുന്നത്. എന്തായാലും പ്രതിഷേധം തുടരുന്നു. ബെയിലി പാലം കടക്കാൻ ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ അനുവദിക്കില്ല എന്നുള്ള തരത്തിലുള്ള നിലപാട് പോലീസും പങ്കുവയ്ക്കുന്നു. നാളെയും സമാനമായ രീതിയിൽ തന്നെ സമരം നടക്കുന്നുണ്ട്. നാളെ ചൂരൽമല മുണ്ടക്കൈ വാർഡുകൾ പ്രതിനിധീകരിച്ചുള്ള ജനകീയ സമിതിയുടെ സമരമാണ് നാളെ നടക്കുന്നത്. എന്തായാലും ബെയിലി പാലത്തിന് അപ്പുറത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. സമരം തുടരുന്നു. നാളെയും സമരം തുടരും. ഈ വിഷയം വളരെ രാഷ്ട്രീയമായി തന്നെ കോൺഗ്രസും ഏറ്റെടുത്തിട്ടുണ്ട്. 27-ന് ടി സിദ്ദിഖ് MLA ഉപവാസം ഇരിക്കാൻ വേണ്ടി പോകുന്നു. അതോടൊപ്പം തന്നെ 28-ന് കളക്ടറേറ്റ് വളയാനുള്ള ആശാവർക്കർമാരുടെ സമരത്തെ രാഷ്ട്രീയ പ്രേരിതമെന്നും അനാവശ്യ സമരമെന്നും മന്ത്രിമാർ തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ്.
ഇന്നിപ്പോൾ റവന്യൂ മന്ത്രി പറഞ്ഞത് അവരുടെ മാനസികാവസ്ഥ ആരും മുതലെടുക്കാൻ നോക്കരുത് എന്ന് പറയുന്നത് ആരോ മുതലെടുക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണല്ലോ. ഇപ്പോൾ പോലീസ് ആ സമരത്തെ എന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾ ആ സമരഭൂമിയിലേക്ക് പോയി 4 മുദ്രാവാക്യം മുഴക്കിയാൽ ആർക്കെന്തുണ്ടാവാനാണ് സുർജിത്ത്? അപ്പോൾ ഇപ്പോൾ തന്നെ പോലീസ് തടയുന്നുവെങ്കിൽ ദുരന്തബാധിതർ സമരത്തിനിറങ്ങിയാൽ എന്താകും മുന്നോട്ടുള്ള പോലീസ് നീക്കം, സർക്കാർ നീക്കം എന്നതിൻ്റെ സാമ്പിളല്ലേ ഇത് സുർജിത്ത്? എന്തായാലും ഇവിടെ കുടിൽ കെട്ടാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് തന്നെയാണ്, ദുരന്തഭൂമിയിൽ തന്നെയാണ് കുടിൽ കെട്ടിയത്. പക്ഷേ ഈ ബേലിക്കാപ്പാലം കടന്ന് ഈ പ്രതിഷേധ സാഹചര്യത്തിൽ അപ്പുറത്തേക്ക് പോകരുത് എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശമാണ് പോലീസ് മുന്നോട്ട് വെച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തടസ്സം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ കുടിൽകെട്ടൽ നടന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് കുടിൽകെട്ടൽ, കഞ്ഞിവെപ്പ് ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള പ്രതിഷേധ മാർഗങ്ങളിലേക്ക് ഇവർ കടന്നിട്ടുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നിലവിലിപ്പോൾ ഇവിടെ പോലീസ് തടഞ്ഞ് വെച്ചിരിക്കുകയാണ് ഈ സമരക്കാരെ. പലരും ചിലർ ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ തങ്ങളുടെ വിഷയങ്ങൾ, വ്യത്യസ്തമാർന്ന വിഷയങ്ങളാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. പലതരത്തിലുള്ള കാര്യങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ഒന്ന്, പുനരധിവാസത്തിൻ്റെ നടപടിക്രമങ്ങൾ വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലിസ്റ്റ് ഇന്നലെ രാത്രി സമര പശ്ചാത്തലത്തിൽ കൂടി ആകണം. ഇന്നലെ രാത്രി സെക്കൻഡ് ഫേസ് ലിസ്റ്റ് കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ആ ലിസ്റ്റിലും വലിയ അപാകതകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അപാകതകൾ ഉണ്ടെങ്കിൽ പോലും അത് 10 ദിവസത്തെ സമയം ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഇനിയുള്ള ലിസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലിസ്റ്റ്. ആ ലിസ്റ്റിൽ എന്താകും തീരുമാനം എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. കാരണം ഈ പല സ്ഥലങ്ങളുമുണ്ട്, ഒറ്റപ്പെട്ടു പോയ പല സ്ഥലങ്ങൾ, പടവട്ടിക്കുന്ന്, അട്ടമല അടക്കമുള്ള സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളിലൊന്നും താമസയോഗ്യമല്ല. മാത്രമല്ല ചില പ്രദേശങ്ങൾ, ഈ മുണ്ടക്കയിൽ ഉൾപ്പെടെ ചില പ്രദേശങ്ങളും ആ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും അത് വലിയ പ്രതിഷേധത്തിൻ്റെ വഴിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ്. ഇതുവരെ ഇന്നലെ 242 പേരുടെ ലിസ്റ്റാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ 81 പേരുടെ ലിസ്റ്റ് കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. 242 പേരുടെ അന്തിമ ലിസ്റ്റാണ്. പക്ഷേ 81 പേരുടെ ലിസ്റ്റിൽ അതിനകത്ത് എന്താണ് ഇനി ആക്ഷേപങ്ങൾ ഉന്നയിച്ച് കൂട്ടിച്ചേർക്കലുകൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ഈ പടവെട്ടിക്കുന്നുകാരുടെ കാര്യത്തിലും ഈ മുണ്ടക്കയിലെ ഒരു ഭാഗം ഉള്ള ആളുകളുടെ കാര്യത്തിലും ഈ അട്ടമല കാര്യത്തിലും എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ വാസ്റ്റായ മേഖലയിൽ ഉണ്ടായതല്ല. അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരത്തെ തന്നെ ഈ കണക്കെടുപ്പ് തുടങ്ങിയതാണ്. ഈ ലിസ്റ്റിൽ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യം എന്താണ് സുർജിത്ത്? നമ്മൾ കണ്ടത് ആദ്യഘട്ടത്തിൽ മാസങ്ങളെടുത്ത് പഠിച്ചിറക്കിയ ആദ്യ ലിസ്റ്റ് അബദ്ധ പഞ്ചാംഗമായിരുന്നില്ലേ? അതിനകത്ത് ചുരുങ്ങിയ 42 പിഴവെങ്കിലും കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഒരു വീട്ടിലെ 2 പേർക്ക് വീടിന് വെച്ച കാഴ്ച നമ്മൾ കണ്ടതല്ലേ. ആ ലിസ്റ്റ് പാളി. അത് കഴിഞ്ഞ് പിന്നെ ലിസ്റ്റ് ഉണ്ടാകുന്നു, ഇപ്പോൾ ലിസ്റ്റ് ഉണ്ടാകുന്നു. അതിനോടൊക്കെ ആ ദുരന്തബാധിതർക്ക് അങ്ങേയറ്റം പരാതി ഉണ്ടാകുന്ന പശ്ചാത്തലം എന്താണ് സുർജിത്ത്? എന്തായാലും ആദ്യ ലിസ്റ്റിൽ വലിയ രീതിയിലുള്ള അപാകതകൾ കടന്നുകൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതായത് അത് ഇരട്ടിക്കലും ഒരു കുടുംബത്തിൻ്റെ പേര് 3 തവണയൊക്കെ ആവർത്തിക്കുന്ന വിധത്തിൽ ആ ലിസ്റ്റ് അപാകതകളുടെ പഞ്ചാംഗമായി മാറിയ ഒരു ലിസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത് തിരുത്തുന്ന നടപടിയിലേക്ക് എത്തി. അങ്ങനെയാണ് 242 പേരുടെ അന്തിമ ലിസ്റ്റ്, അതായത് നേരിട്ട് ദുരന്തം ബാധിച്ചവരുടെ അന്തിമ ലിസ്റ്റ് പ്രഖ്യാപിച്ചത്. ഇതിനുശേഷം അടുത്ത ലിസ്റ്റ്, അതായത് ഇന്ന് രാവിലെ നമ്മൾ പുറത്തുവിട്ട ആ വാർത്തയിലുള്ള ആ ലിസ്റ്റ്, അത് 3 വാർഡുകളെ പ്രതിനിധീകരിച്ചുള്ള ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ നോ ഗോ സോൺ എന്ന് അടയാളപ്പെടുത്തിയ പ്രദേശങ്ങളുണ്ട്. ജോൺ മത്തായി കമ്മീഷനാണ് അത് അടയാളപ്പെടുത്തിയത്. ആ പ്രദേശത്തേക്ക് കടക്കാൻ കഴിയാത്ത പ്രദേശത്തെ വീടുകൾ ചിലപ്പോൾ സുരക്ഷിതമാകും, പക്ഷേ അവിടേക്ക് പോകാൻ കഴിയില്ല. അങ്ങനത്തെ പ്രദേശങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ 81 പേരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുള്ളത്. എന്തായാലും അതിനകത്ത് ഉള്ള ആളുകൾക്ക് ആക്ഷേപം ഉന്നയിക്കാൻ 10 ദിവസത്തെ അടുത്ത മാസം 7-ാം തീയതി വരെ അവസരം നൽകിയിട്ടുണ്ട്. ഇതിനായി ഹെൽപ്പ് ഡെസ്കുകൾ അടക്കം സജ്ജീകരിച്ചിട്ടുമുണ്ട് സർക്കാർ സംവിധാനങ്ങൾ. ഈ വള്ളരിമല വില്ലേജ് ഓഫീസിലും ഒപ്പം തന്നെ മേപ്പാടി പഞ്ചായത്തിലും ഒപ്പം വൈത്തിരി താലൂക്കിലും ഇതിനകത്ത് കൃത്യമായ രീതിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി കഴിയുന്നൊരു അവസരമുണ്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന ലിസ്റ്റ്, അതായത് അടുത്തൊരു ഫേസ് 2-ൽ ബി ലിസ്റ്റ് കൂടി വരാനുണ്ട്. ആ ബി ലിസ്റ്റാണ് ഏറ്റവും നിർണായകമായ ലിസ്റ്റ്. അതിൽ ഈ പടവെട്ടിക്കുന്നുകാരും അട്ടമലക്കാരും മുണ്ടക്കയുടെ ഒരു ഭാഗത്തുള്ള പ്രദേശവാസികളൊക്കെ ഉൾപ്പെടുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. അത് ഉൾപ്പെട്ടില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വീണ്ടും മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും ഇവിടെ പ്രതിഷേധം തുടരുന്നു. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. എന്ത് തരത്തിലുള്ള നിലപാടാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, എന്ത് തരത്തിലുള്ള നിലപാടാണ് ഇനി ജനശബ്ദം സ്വീകരിക്കുന്നത്? ഞങ്ങൾ ഇന്നിവിടെ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ കുടിൽ കെട്ടി പ്രതിഷേധിക്കുകയാണ്. അതിനുശേഷം ഈ 17 പേരെ ഒരുപാട് നഷ്ടങ്ങൾ കണ്ടവരാണ്, ഒരുപാട് അനാഥങ്ങൾ കണ്ടവരാണ്, ഒരുപാട് മരണങ്ങൾ കണ്ടവരാണ്. ഒരു കുടുംബത്തിലെ 16-20 പേരൊക്കെ ഒറ്റയടിക്ക് മരിച്ചു കണ്ടവരാണ്. അവർ അങ്ങേറ്റം വേദനിക്കുന്നവരാണ്. അവർ പ്രതിഷേധമിറങ്ങുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമെന്നോ മറ്റ് അജണ്ട എന്നൊന്നും ആരും പറഞ്ഞു കളയല്ലേ. അവരുടെ പ്രശ്നം പരിഹരിക്കാനാണ് നോക്കേണ്ടത്.